ഇന്നൊരു കൂട്ടം ചെയ്ത് കാണിക്കാവേ. കപ്പ വറ്റൽ എന്ന് പറയും. വറ്റൽ എന്ന് പറഞ്ഞാൽ കപ്പ നമ്മൾ വറക്കുമല്ല, കപ്പ വറ്റൽ. ഓരോ നാട്ടിൽ ഓരോന്ന് പറയും. കപ്പ പത്തൽ എന്ന് പറയും. കപ്പ പത്തൽ എന്ന് പറഞ്ഞാൽ കപ്പ വഴിയാന്ന് ഓർക്കല്ലേ. അതിനായിട്ട് ഞാൻ കപ്പ പുഴുങ്ങി, ചെണ്ടം പുഴുങ്ങി വെച്ചിരിക്കുക കപ്പ. എന്നാലും ഞാനൊരു കപ്പയുടെ ജ്യൂസ് ഇട്ട് കാണിച്ചു, കപ്പ ബിരിയാണി ഇട്ട് കാണിച്ചു. ഞാൻ ഒത്തിരി പറഞ്ഞ് വലിച്ചു നീട്ടി വീഡിയോ ഒന്നും നീട്ടത്തില്ല. എല്ലാവരും പറയും ചെറിയ വീഡിയോ ഇടുന്ന ഞങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിലുണ്ട്. അപ്പോൾ ഈ പുഴുങ്ങിയ കപ്പ ഉപ്പിട്ടാൽ പുഴുങ്ങിയത്, അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് ഞാൻ ഇങ്ങനെ പൊടിച്ചെടുക്കുവാണേ. നാരൊക്കെ കളഞ്ഞു പുഴുങ്ങിയപ്പോൾ വെട്ടിയപ്പോൾ തന്നെ ഞാൻ നാര് കളഞ്ഞു. എന്നാലും പുഴുങ്ങിയതിനകത്തുണ്ടെങ്കിൽ നമുക്ക് കളയാം. ഇങ്ങനെ ചെറുതാക്കിയിട്ടിട്ട് നമുക്ക് തവി വെച്ചോ അല്ലെങ്കിൽ ഒരു കപ്പ് വെച്ചോ ഒന്ന് പൊടിച്ച് വെക്കണം. പൊടിഞ്ഞ കപ്പ നമുക്ക് ആവശ്യം. കുറച്ചേ എടുത്തുള്ളൂ. കുറച്ചുകൂടെ ആവശ്യത്തിന് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയത്. കപ്പ നമുക്ക് വറുത്ത് തിന്നാം, കപ്പ വേവിച്ച് തിന്നാം, പല പല രീതിയിലും കപ്പ തിന്നാം. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ കപ്പ കഴിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ ഫിനിഷിങ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത്രയും നാളെ സഹകരിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ കേട്ടോ. എടുക്കട്ടെ, നല്ലപോലെ പൊടിക്കാം. ഇനി കൈകൊണ്ട് ഞെരടാൻ വയ്യെങ്കിൽ നമുക്കൊരു കത്തി വെച്ചോ, മിക്സിയിലിട്ട് പൊടിക്കണ്ട, പൊടിയത്തില്ല. കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ തവി വെച്ച് ഞെരടി പൊടിക്കുകയൊക്കെ ചെയ്യാം. ഏതായാലും പൊടിച്ച് കുഴച്ച് കാണിക്കാം. ഞാൻ ആ കപ്പ പൊടിച്ച് മാവ് തെങ്ങിനാക്കി വെച്ചു. ഇതുപോലെ ശകലം പോലും തരിയില്ലാതെ നല്ല പഞ്ഞി പോലെ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന പോലെ ഒരു അളവിന് ഇങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കൂടെ എടുക്കണേ. അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കപ്പ ആയതുകൊണ്ട് പശയല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇനി ഉള്ളിയും മുളകൊക്കെ ചേർത്തിട്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കി തിന്നുന്നവരുമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നവരുമുണ്ട്. ഇപ്പം ഞാനിത് ഇതിന് സെപ്പറേറ്റ് കറിയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ചക്കയിൽ ഒരു ഇച്ചിരി എണ്ണ കൊടുത്താൽ, ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു കൂടിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി, അങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ പതുക്കെ ചപ്പാത്തിയുടെ പ്രസ് കൊണ്ടൊന്ന് പരത്തിക്കൊടുക്കും. ചെറുതായിട്ട് മതി. ഇത്തിരി ചപ്പാത്തിയുടെ വലിപ്പമൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ പരത്താം. എന്നിട്ട് ഈ കൂടി ഇങ്ങനെ എടുക്കുക, പരന്നിരിക്കുക. ഇത് കണ്ടോ അന്ന് ഉണ്ടാക്കിയത് നല്ല ക്ലിയർ ആയിട്ടിരിക്കുക. എന്തും അതിപ്പോൾ ഇതിലോട്ട് എടുക്കും. നമുക്ക് എന്തെങ്കിലും കറി കൂട്ടത്തില്ല. ഞങ്ങളിപ്പോൾ ചിക്കൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്. ഇങ്ങനെ എടുക്കുക. ഈ പ്ലാസ്റ്റിക് കൂടെ ഇങ്ങനെ എടുക്കുക. ചൂടായ തവയിലോട്ട് ഇല്ല. അത്രയും പണിയേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾ ഇതുവരെ കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദിയുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ. ഇന്നത്തെ ഇതുപോലെ ചെയ്ത് നോക്കണം. നമ്മൾ കപ്പ പുഴുങ്ങി മാത്രമല്ല, കപ്പ വേവിച്ചൊക്കെ അല്ല ഇങ്ങനെ തിന്നാം. ഒരു പുതിയ വെറൈറ്റി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടോ. അല്ല വൈകിട്ടത്തെ ഒരു ബ്രേക്ക് ഡിന്നറിന്, അല്ലെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ കഴിക്കാം. കറി കൂട്ടി കഴിക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് തിന്നുന്നവരുണ്ട്, കറി കൂട്ടി കഴിക്കുന്നവരുണ്ട്. കടലക്കറിയോ നമ്മൾ വേറെ എന്തെങ്കിലും കറികളൊക്കെ കൂട്ടി കഴിക്കാം. ഞാൻ ചട്ടകം കൊണ്ട് മറിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ മറിച്ചിട്ട്, അതുകൊണ്ടാണ് ചുളിഞ്ഞത്. ഇനി നമുക്കെല്ലാം ചുട്ടെടുക്കാം. അതിന് കൂട്ടാനുള്ള ചിക്കൻ കറിയാണിത്. കറിയല്ല, ഒരു മെഴുക്ക് പെരട്ടി പോലെ ഒരു പെരള്, ചിക്കൻ പെരള് എൻ്റെ കറിയാണ്. അടുത്തതും കൂടെ ചുട്ടെടുക്കുക. നമുക്ക് നെയ്യ് വേണേൽ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നവരുമുണ്ട്. ഞാനിപ്പോൾ ഒരു ശകലം സൺഫ്ലവറും ഇല്ലാതെ ചേർത്തത്. കപ്പ കൊണ്ടുള്ള ചപ്പാത്തി റെഡി. അതായത് കപ്പ പത്തൽ, പത്തൽ എന്ന് പറയും. ചില നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. കണ്ടോ, കറി കൂട്ടിപ്പില്ല, നല്ല രുചിയാണ്. കപ്പ പലവിധ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. കറിയും കൂട്ടി കഴിക്കാം. കടലക്കറിയൊക്കെയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. കോഴിക്കറിയാണെങ്കിൽ അതി ബെസ്റ്റ്. ബീഫാണെങ്കിൽ അതിൽ നല്ലത്.
എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.